എവിടേക്കെങ്കിലും കെട്ടിയൊരുങ്ങി പോകുമ്പോൾ കണ്ണാടി നോക്കി എൻ്റെ 10-32 പല്ല് പുറത്ത് കാട്ടി ചിരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതെൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലത്തെ ഒരു ഹോബിയായിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ ബാക്കി വരുന്ന വണ്ടികൾക്ക് ടാറ്റ കൊടുക്കുന്ന ശീലം എൻ്റെ പുത്രനുമുണ്ട്. നമ്മൾ ഈ ഉള്ളേരിയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ രണ്ട് കാര്യം മനസ്സിലെന്തായാലും വിചാരിക്കണം കേട്ടോ. ഒന്ന് പരമാവധി നമ്മൾ ദൈവത്തെ വിളിക്കുക. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ കാലം ഏത് നേരം ബ്രേക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടി നോക്കുക. കാരണം ഏത് വഴിക്കാണ് വണ്ടികൾ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ശാന്തമായ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആദിയോഗിയിലോട്ടാണ് കേട്ടോ. ഒരു 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ കോയമ്പത്തൂർ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കണ്ടോളിട്ടോ. അവിടെ അടിവാരത്ത് കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിപ്പിക്കും ഭയങ്കര മണമൊക്കെ അടിച്ചിട്ടാണ്. മണം പിടിക്കാൻ ഞാൻ പണ്ടേ എടുക്കെത്തിയാൽ നിൻ്റെ അമ്മ എപ്പോഴും പറയും. ഇവിടെ എത്തിപ്പിക്കാൻ നല്ല ആനപ്പിണ്ടിട്ടൊക്കെ മണം എടുത്തു. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നൈറ്റ് എപ്പോഴും ആന ഇറങ്ങിയിട്ടാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങളെ കാണിക്കാൻ എന്ത് പോസ്റ്റ് ഇടണം എന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ആ പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ടത്. തെങ്ങില്ല, തെങ്ങിനേക്കാൾ ഹൈറ്റിലാണ് നമ്മൾ ശിവൻ നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കാണാണ്ട. സൗണ്ട് കേട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ. അവിടെ ആരും പടക്കം പൊട്ടിച്ചിട്ടില്ല. എൻ്റെ കുട്ടിയൊന്ന് സ്വിച്ച് ഇട്ട് നോക്കിയതാ. നിങ്ങളിത് നോക്കി എന്ത് രസമായി സ്ഥലം കാണാൻ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സ്ഥലം. അങ്ങനെ ഒരു നീണ്ട 1 മണിക്കൂറിന് ശേഷം നമ്മൾ ആദിയോഗിയിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി കണ്ടോളിട്ടാ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.